നമസ്കാരം. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംബന്ധിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രിയിൽ നിന്ന് രാജി ആവശ്യപ്പെടാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. തന്റെ ഭാഗം കേൾക്കാതെയാണ് കോടതി വിധി, അതിനാൽ താൻ രാജിവെക്കില്ലെന്നാണ് സജി ചെറിയാൻ പറയുന്നത്. ആ വാദം നിലനിൽക്കുന്നതല്ല. മന്ത്രിമാരുടെ അഭിപ്രായം നോക്കിയതല്ല കോടതികൾ വിധി നിർണ്ണയിക്കുന്നത്. സജി ചെറിയാൻ കോടതിയെ അവഹേളിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മുൻപും ഇതേപോലെ കോടതി പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ മന്ത്രിമാർ രാജിവെച്ചിട്ടുമുണ്ട്. അന്നൊന്നും മന്ത്രിമാരുടെ അഭിപ്രായം കേട്ടല്ല കോടതികൾ തീരുമാനമെടുത്തത്. ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ സാഹചര്യത്തിൽ രാജിവെച്ചൊഴിയുക എന്നുള്ളതാണ് കരണീയമായ മാർഗമെന്നും ചെന്നിത്തല പറഞ്ഞു. നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുള്ള വിലയിരുത്തലാണ് പോളിംഗ് കുറഞ്ഞത് തിരിച്ചടിയാവും തോന്നുന്നു. പോളിംഗ് കുറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളുടെ കണക്കനുസരിച്ച് പോളിംഗ് കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത്. പോളിംഗ് കുറഞ്ഞിട്ടില്ല. UDF നല്ല വിജയ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ. ചെറിയാന്റെ വിഷയത്തിൽ നിലവിലെ പോലീസ് അന്വേഷണം അട്ടിമറി, വീണ്ടും ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ ഈ അട്ടിമറി ഉണ്ടാവില്ല. അല്ല, അത് ന്യായമായൊരു ചോദ്യമാണ്. പക്ഷെ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതായതുകൊണ്ട് നമ്മൾ അതിനെ ചോദ്യം ചെയ്യുന്നില്ല. വാസ്തവത്തിൽ കേരള പോലീസ് അന്വേഷിച്ചാൽ ഇതൊന്നും തെളിയാൻ പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. കാരണം മുൻകാല അനുഭവം അതാണ്. ഏതായാലും ബഹുമാനപ്പെട്ട കോടതി അത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒരു പരാമർശം നടത്താറ്. പക്ഷെ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതായതുകൊണ്ട് നമ്മൾ അതിനെ ചോദ്യം ചെയ്യുന്നില്ല. വാസ്തവത്തിൽ കേരള പോലീസ് അന്വേഷിച്ചാൽ ഇതൊന്നും തെളിയാൻ പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. കാരണം മുൻകാല അനുഭവം അതാണ്. ഏതായാലും ബഹുമാനപ്പെട്ട കോടതി അത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി. ഇനിയും അധികാരത്തിൽ തുടരാനുള്ള അവകാശമില്ല. ഏത് സാഹചര്യത്തിലാണോ മന്ത്രി അന്ന് രാജിവെച്ചത് അതേ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. പോലീസ് ഉണ്ടാക്കിയ തട്ടിക്കൂട്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിച്ചു എങ്കിലും ഇപ്പോൾ അത് നിലനിൽക്കാത്ത സാഹചര്യമാണ് വന്നുചേർന്നിരിക്കുന്നത്. അപ്പോൾ പുതുതായി ബഹുമാനപ്പെട്ട കോടതിയുടെ നിഗമനത്തിന്റെ വെളിച്ചത്തിൽ സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കണം. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്ന് നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തിന് വീണ്ടും വരാൻ കഴിയുന്നു. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഭരണഘടനയെ അവഹേളിക്കുകയും സത്യപ്രതിജ്ഞാ ലംഘനം നടത്തുകയും ചെയ്ത മന്ത്രി സജി ചെറിയാൻ ഉടനടി രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത്. അദ്ദേഹം രാജിവെക്കുന്നില്ല എങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ രാജി എഴുതി വാങ്ങുകയാണ് വേണ്ടത്. ജനാധിപത്യ സംവിധാനത്തിൽ ഭരണഘടനയ്ക്കും ഭരണഘടനാ വിരുദ്ധമായും സത്യപ്രതിജ്ഞാ ലംഘനം നടത്തുകയും ചെയ്യുന്ന ഒരു മന്ത്രിക്കും അധികാരത്തിൽ തുടരാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് വസ്തുത. അറിഞ്ഞു, എന്റെ ഭാഗം കേട്ടിട്ടില്ല എന്നുള്ളത് അത് ആ വാദം നിലനിൽക്കുന്ന ഒന്നല്ല. കോടതിയുടെ പരാമർശത്തിന്റെ പേരിലാണ് പലപ്പോഴും മന്ത്രിമാർ കേരളത്തിൽ രാജിവെച്ചിട്ടുള്ളത്. പല സന്ദർഭങ്ങളിലും മന്ത്രിമാരുടെ വാദങ്ങൾ കേട്ട ശേഷമല്ല, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം കേട്ട ശേഷമല്ല കോടതികൾ കമന്റുകൾ പറയുന്നതും കോടതികൾ തീരുമാനമെടുക്കുന്നതും. അപ്പം കഴിഞ്ഞ കാലത്ത് മന്ത്രിമാർ കോടതിയുടെ പരാമർശങ്ങളുടെ വെളിച്ചത്തിൽ രാജിവെച്ച സന്ദർഭം കൂടി പരിശോധിച്ചാൽ സജി ചെറിയാന്റെ വാദം നിലനിൽക്കുന്നതല്ല എന്ന് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്റെ ഭാഗം കേൾക്കാതെയാണ് കോടതി ഈ തീരുമാനം എടുത്തത് എന്നുള്ള അദ്ദേഹത്തിന്റെ വാദം നിലനിൽക്കുന്നതല്ല. വാസ്തവത്തിൽ അത് കോടതിയോടുള്ള ഒരു അവഹേളനം കൂടിയാണ്. അപ്പൊ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു വ്യക്തി സത്യപ്രതിജ്ഞാ ലംഘനം ചെയ്തുവെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തിന് രാജിവെച്ചൊഴികെ അല്ലാതെ മറ്റൊരു മാർഗവും കരണീയമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത.